KTU 2019 സ്കീം ഫസ്റ്റ് ഇയറിലെ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ തേർഡ് മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്സ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ട്രക്ചർ, നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? നമുക്ക് മേലേ നിന്ന് വരുന്ന ലോഡിനെ, മേളിൽ നിന്നുള്ള നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് വരുമല്ലോ, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ താഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ സെൽഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടുതലാവാണ്ട് ആ പ്രഷറിനെ എല്ലാ ഡയറക്ഷനിലും ഒരുമിച്ച് ഒരേപോലെ കൊടുക്കുക. സെറ്റിൽമെൻറ്റ് വരുത്താതിരിക്കുക. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മണ്ണിന് ഇത് കുറവാണെങ്കിൽ ഒരു ഭാഗം മാത്രം അങ്ങനെ ചെരിഞ്ഞൊക്കെ പോവില്ലേ, അങ്ങനെ സെറ്റിൽമെൻറ്റ് വരുത്താതിരിക്കുക. അതെല്ലാമാണ് ഫൗണ്ടേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഫൗണ്ടേഷൻ നമ്മൾ പറയുന്നത്, ഷാലോയും ഉണ്ട്, ഡീപ്പും ഉണ്ട്. ഷാലോ എന്ന് പറഞ്ഞാൽ പേര് നമുക്കറിയുന്ന ഡെപ്ത്ത് കുറവായിരിക്കും. ഇപ്പോൾ നമ്മുടെ വിഡ്ത്തിനേക്കാളും കുറവാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത്ത് എങ്കിൽ അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്ന് വിളിക്കും. വിഡ്ത്തിനേക്കാളും കൂടുതലാണ് ഡെപ്ത്ത് എങ്കിൽ അതിനെ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കും. ഇനി ഈ ഷാലോ ഫൗണ്ടേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് വാൾ ഫൂട്ടിങ്. വാൾ ഫൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് പയ്യെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുമായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രെഞ്ചസ്, അതായത് നമ്മൾ കുഴിയൊക്കെ എടുത്തിട്ട് ആ റിക്വയർഡ് ഡെപ്ത് ആൻഡ് വിഡ്ത്തിൽ നമ്മൾ ഒരു ഇപ്പോൾ വോളുണ്ടെങ്കിൽ ഭിത്തി ഉണ്ടെങ്കിൽ ആ ഭിത്തിയുടെ താഴെ ത്രൂ ഔട്ട് നമ്മൾ ഒരുമിച്ച് ഒരേപോലെ കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് വാൾ ഫൂട്ടിങ്. കോളം ഫൂട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? കോളം എന്ന് പറഞ്ഞാൽ തൂണുകൾ. ഇപ്പോൾ ഒരു തൂണുണ്ടെങ്കിൽ ആ തൂണിൻ്റെ തൊട്ട് താഴെ അതിന് വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് കോളം ഫൗണ്ടേഷൻ. അത് പല ടൈപ്പ് ഉണ്ട്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കോളം, ആ കോളത്തിൻ്റെ താഴെ അതിൻ്റെ മാത്രമായിട്ട് ഫൂട്ടിങ്. അത് നമുക്ക് പല ഷേപ്പ് കൊടുക്കാം. റെക്റ്റാങ്കിൾ, ട്രപ്പിസോയിഡ്, സർക്കിൾ, അങ്ങനെ പല ഷേപ്പിൽ കൊടുക്കാൻ പറ്റും. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തടുത്ത് രണ്ട് കോളം ഉണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് കോളത്തിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫൂട്ടിങ് കൊടുക്കാൻ പാകത്തിനുള്ള സ്ഥലം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് കോളത്തിനും കൂടെ ഒരുമിച്ച് ഒറ്റ ഫൂട്ടിംഗ് ആയിട്ട് കൊടുക്കില്ലേ, അങ്ങനെ കൊടുക്കുന്ന ഫൂട്ടിംഗാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ദെൻ അടുത്തതാണ് ക്യാൻറ്റിലിവർ അല്ലെങ്കിൽ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ് പോലെ മീൻസ് ഐസൊലേറ്റഡ് ഫൂട്ടിങ് കൊടുക്കുന്ന പോലെ തന്നെ ഓരോ കോളത്തിനും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഐസൊലേറ്റഡ് ഫൂട്ടിങ് കൊടുത്ത് എന്നിട്ട് ഈ രണ്ട് ഫൂട്ടിങ്ങിനെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ബീം കൊടുക്കും. ആ ബീമിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാപ്പ് ബീം. അങ്ങനത്തെ ഫൂട്ടിങ്ങാണ് സ്ട്രാപ്പ് ഫൂട്ടിങ്. കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറേ കോളംസ്, ഒരു 4-5 കോളം ഇങ്ങനെ ഒരു റോ പോലെ നിരന്ന് നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 4 കോളത്തിനും കൂടെ ഒരുമിച്ച് ഒറ്റ ഫൂട്ടിങ് കൊടുക്കുന്നതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ സ്ട്രക്ചർ, ഇപ്പോൾ നമ്മൾ ഒരു മാളൊക്കെ പോലെ വലിയ സ്ട്രക്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ കുറേ കോളങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഓരോ കോളത്തിൻ്റെയും താഴെ ഓരോ ഫൗണ്ടേഷൻ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാത്തിനും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് അപ്പോൾ ആ ഏരിയ ഫുള്ള് നമ്മൾ ഡിഗ് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങ് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷാലോ ഫൗണ്ടേഷൻ്റെ എക്സാമ്പിൾസ്. അടുത്താണ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് നമ്മൾ പറഞ്ഞു വിഡ്ത്തിനേക്കാളും കൂടുതൽ ഡെപ്ത് വരുന്ന ഫൗണ്ടേഷൻസാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ പൈൽ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ പിയർ ഫൗണ്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് പൈൽ. പൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, നല്ല ഡെപ്തിലേക്ക് ഗ്രൗണ്ടിൽ ഡ്രിവൺ ചെയ്ത് നമ്മൾ ഇറക്കുന്ന ഫൗണ്ടേഷൻസാണ് പൈൽ ഫൗണ്ടേഷൻ. ഈ പൈൽസിന് പല ടൈപ്പ് ഉണ്ട്. ലോഡ് ട്രാൻസ്ഫറിൻ്റെ ബേസിസിൽ എൻ ബിയറിംഗ് പൈൽ. എൻ ബിയറിംഗ് പൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പൈലിൻ്റെ ഏറ്റവും അങ്ങേയറ്റം ചെന്നിട്ടൊരു പാറയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള സ്ട്രേറ്റത്തിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ മേലെ നിന്നുള്ള ലോഡെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ആ ഹാർഡ് സ്ട്രേറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകും. ദെൻ ഫ്രിക്ഷൻ പൈൽ എന്ന് പറഞ്ഞാൽ ഈ പൈലിലേക്കൂടെ വരുന്ന ലോഡ് അതിൻ്റെ ചുറ്റിനുമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് അതിന് ചുറ്റിനും ഇപ്പോൾ മണ്ണ് കിടപ്പുണ്ടാവില്ല, അപ്പോൾ ആ മണ്ണിലേക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടുന്നതാണ് ഫ്രിക്ഷൻ പൈൽ. ദെൻ ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ്റെ ബേസിസിലാണെങ്കിൽ നമ്മൾ കോമ്പാക്ഷൻ പൈൽ എന്ന് വിളിക്കും. ഇപ്പോൾ ഈ കോമ്പാക്ഷൻ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും ഈ ഗ്രാനുലാർ സോയിൽസിനെ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നമ്മുടെ ബിയറിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് പൈൽ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ലോഡ് എടുക്കാനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് പ്രോപ്പറായിട്ട് ഇതിനെല്ലാം കോമ്പാക്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളത് കൊടുക്കുന്നത്. ദെൻ ടെൻഷൻ ഓർ അപ്ലിഫ്റ്റ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രക്ചേഴ്സിനെല്ലാം ആങ്കർ ചെയ്ത് വെക്കാനായിട്ട്, വലിച്ച് കെട്ടി വെക്കില്ല, അതുപോലെ ആങ്കർ ചെയ്ത് വെക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈലാണ് ടെൻഷൻ പൈൽ.
ആങ്കർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ആങ്കറേജ് കൊടുക്കാനാണ് ആങ്കർ പൈൽ എടുക്കുക. ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സ്, ഇപ്പം നമ്മൾ വാട്ടർ ഫ്രണ്ട് വില്ലാസ് അങ്ങനെ സ്ട്രക്ചേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഈ വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വെള്ളം വന്നിട്ട് ഇത് ഇറോഡ് ചെയ്ത് പോയത് അങ്ങനെ ഫെയിലിയർ വരാണ്ടിരിക്കാൻ കൊടുക്കുന്ന പൈലുകളാണ് ഫെൻഡർ പൈല്. ദെൻ ഷീറ്റ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എർത്ത് റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമുക്കൊരു മലഞ്ചെരിവ് പോലത്തെ സ്ഥലമൊക്കെ ആണെങ്കിൽ ആ മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് ആ മണ്ണിൻ്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ ഇത് വേലി പോലെ കെട്ടില്ലേ, അപ്പോൾ അങ്ങനെ മതിലുകൾ കെട്ടില്ലേ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന പൈലുകളാണ് ഷീറ്റ് പൈൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ പിയർ. പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ഡീപ്പ് എക്സ്കവേഷൻ കൊടുത്തിട്ട് അതിൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. ദെൻ കേസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മേളിൽ വെക്കുകയുള്ളൂ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം തന്നെ താഴത്തേക്ക് സിങ്ക് ചെയ്ത് ഇറങ്ങുന്ന ടൈപ്പ് ഫൗണ്ടേഷനെയാണ് കേസൺ അല്ലെങ്കിൽ കോമ്പൻസേറ്റഡ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മണ്ണിൻ്റെ സപ്പോർട്ടിംഗ് പവറാണ്. മേലെ നിന്ന് വരുന്ന ലോഡിനെല്ലാം താങ്ങാനുള്ള മണ്ണിൻ്റെ സപ്പോർട്ടിംഗ് പവറിനെയാണ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് വിളിക്കുന്നത്. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ നമ്മുടെ ഫൗണ്ടേഷൻ എടുക്കാൻ പറ്റുന്നതാണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ കിട്ടിയ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഇല്ലേ, അതിനൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്, അതായത് 2 to 4 ഇടയ്ക്കാണ് അതിൻ്റെ വാല്യൂ എടുക്കുക. ഇപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അലോബിൾ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിലിന് ഷിയർ ഫെയിലിയറും ഉണ്ടാവാൻ പാടില്ല, എക്സസീവ് സെറ്റിൽമെൻറ്റും ഉണ്ടാവാൻ പാടില്ല, രണ്ടും ഇല്ലാണ്ട് മാക്സിമം എത്ര ലോഡ് വരെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് കമ്പാരിസൺ ബിറ്റ്വീൻ RCC ഫ്രെയിംഡ് സ്ട്രക്ചർ ആൻഡ് ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ. ഇപ്പം RCC ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് അതായത് പുറത്ത് മാത്രമേ ഭിത്തി ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളൊരു റൂം ആണെങ്കിൽ ഒരു റൂമിൻ്റെ 4 സൈഡിലും ഭിത്തി ഉണ്ടാവും, അകത്തെല്ലാം തൂണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ നമ്മുടെ വീടൊക്കെ പോലെ, അതായത് അകത്തൊക്കെ ഭിത്തികളുണ്ടാവും, ഓരോ റൂമുകളെ തമ്മിൽ തിരിക്കാനൊക്കെ ആയിട്ട് പാർട്ടീഷൻ വാൾസ് ഉണ്ടാവും. അപ്പോൾ ലോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന RCC ഫ്രെയിംഡ് ആണെങ്കിൽ എങ്ങനെയാണ്? കോളം ബീം അങ്ങനെയല്ലേ വരിക, ബീമിൽ നിന്ന് വരുന്ന ലോഡിനെ കോളം എടുക്കുന്നു, കോളത്തിൽ നിന്ന് താഴെ ഫൗണ്ടേഷൻ അങ്ങനെ വരും. മറ്റേതാണെങ്കിൽ വാൾസ് വഴിയായിരിക്കും നടക്കുന്നത്. ദെൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് RCC ഫ്രെയിംഡ് ആണ്. ലോഡ് ബിയറിംഗ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ RCC ഫ്രെയിംഡിൽ ഭിത്തിയൊക്കെ കുറവായതുകൊണ്ട് കൺസ്ട്രക്ഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സിമ്പിളാണ്. മറ്റേ ലോഡ് ബിയറിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ഷൻ നിർത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ തിക്നെസ് ഓഫ് വാൾ എന്ന് പറയുന്നത് നമുക്ക് RCC ഫ്രെയിംഡിൽ എല്ലായിടത്തും ഒരുപോലെ കൊടുത്താൽ മതി. അതേസമയം ലോഡ് ബിയറിംഗ് ആണെങ്കിൽ പുറത്തെ തിക്നെസ് ആയിരിക്കില്ല നമ്മൾ അകത്ത് കൊടുക്കുക, വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഹൈറ്റ് കൂടുന്നതനുസരിച്ചൊക്കെ അതിൻ്റെ വാല്യൂ കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസിന് ടു എർത്ത് റെസിസ്റ്റൻ്റ് ആണ് നമ്മുടെ RCC ഫ്രെയിംഡ് സ്ട്രക്ചർ. അതേസമയം ലോഡ് ബിയറിംഗ് ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് പൊളിഞ്ഞു വീഴാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പിന്നെ മോർ ഏരിയ അവൈലബിൾ ആണ്, കാരണം നടുക്കൊന്നും നമുക്ക് ഭിത്തിയോ അങ്ങനെ പാർട്ടീഷനോ വരാത്തതുകൊണ്ട് കൂടുതൽ ഏരിയ നമുക്ക് RCC ഫ്രെയിംഡിൽ അവൈലബിൾ ആണ്. ലോഡ് ബിയറിംഗിൽ കുറച്ച് ഏരിയ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് എക്സ്കവേഷൻ കുറച്ച് മതി RCC ഫ്രെയിംഡിൽ, മറ്റേതിലാണെങ്കിൽ എക്സ്കവേഷൻ കൂടുതൽ വരും. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.